ആരംഭിക്കുന്നു. നിങ്ങൾ അനുഭവിച്ചാലും എല്ലാ സ്വത്തും കോക്കിലാക്കും എൻ്റെ അമ്മയ്ക്കും. ഞാൻ മുന്നേ പറഞ്ഞില്ലേ ഞാൻ കുറച്ച് ഡിഫറെന്റ് ആണ്. ഞാൻ പാപ്പറാണ്. ഞാൻ പാപ്പറാണ്. എൻ്റെ കയ്യിൽ ഒന്നുമില്ല. എന്നെ ഒന്നും பண்ண முடியாது. അറിഞ്ഞില്ല. ഏതോ ഒരു മനുഷ്യനും റോട്ടിലെ പോയ പട്ടിക്ക് പോലും നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നോ, ഞാൻ നിന്റെ വീട്ടിനകത്ത് വന്നോ, നിന്റെ കുടുംബത്തിൽ കയറി വന്നോ, ന്യായം കിട്ടണം. മറ്റേ എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ, 2 കൊല്ലമായി ഞാൻ ഏതെങ്കിലും കോൺട്രവേഴ്സിക്ക് വന്നോ? അതേതായാലും നന്നായി. ഇല്ല. ഇതേ സ്ഥലത്ത് നിങ്ങൾ എല്ലാവരും വന്നിരുന്നു പറയുന്നത് ഞാൻ സത്യം ചെയ്തു, ഞാൻ മിണ്ടത്തില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് ഇതുവരെ ഞാൻ മിണ്ടിയിട്ടുണ്ടോ? പേരെടുത്ത് സംസാരിച്ചിട്ടുണ്ടോ? ഒരു മാറ്റമില്ല. ഞാനും എൻ്റെ കുടുംബവും എൻ്റെ ഭാര്യയും എൻ്റെ ഫാമിലിയും പിന്നെ ഞങ്ങൾ നല്ല രീതിയിൽ ജീവിക്കുന്നു, 4 പേർക്ക് നല്ലത് ചെയ്യുന്നു. വെറുതെ കണഗുണാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അത് പിന്നെയും മാല മേടിച്ചാൽ കേസ്, കാറ് മേടിച്ചാൽ കേസ്, അവിടെ ബിസിനസ് പൊട്ടിപ്പോയാൽ കേസ്. അപ്പം ഞാൻ എന്താ അടിമയാണോ ATM ആണോ? ആരാണ് നിങ്ങൾ? ആക്ഷൻ ഇസ് ഡിഫറെൻറ്റ്, റിയാക്ഷൻ ഇസ് ഡിഫറെൻറ്റ്. ഇവന് ഒരു കുറവില്ല. ഞാൻ ചെയ്യുന്നത് റിയാക്ഷനാണ്. അവൻ ആരോടെങ്കിലും പരസ്പരം ബന്ധമില്ലാതെ സംസാരിച്ചുകൊണ്ട് നിൽപ്പുണ്ടാവും. ആക്ഷൻ എങ്കരുത് വരുത്. ഒരാളെ എന്നെ അടിക്കാൻ വരുമ്പോൾ ഞാൻ തടയുന്നുണ്ട്. ഞാൻ എൻ്റെ കുടുംബത്തെ നോക്കണ്ടേ? എന്നെ വിശ്വസിച്ചില്ല വന്നത്. അവൻ ഓവർ സ്മാർട്ട് ആവാനുള്ള ശ്രമമാണ്. ഞാൻ എൻ്റെ കുടുംബം നോക്കണ്ടേ? എന്നെ വിശ്വസിച്ച് എത്ര പേരുണ്ട്? ഇത് താൻ പോയി വല്ല സ്കൂൾ മാസ്റ്റർമാരോടും പറ, ചിലപ്പോൾ അവർ വിശ്വസിച്ചോളൂ. കാൽ വന്നത് കൊണ്ടാണ് പ്രൊവോക്കാൻ. നിങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നതാണ് 2 ലക്ഷം രൂപ ചതിക്കുമെന്ന്. 2 ലക്ഷം രൂപ ചതിക്കുമോ? അതിൻ്റെ ആവശ്യമുണ്ടോ എനിക്ക്? എന്താ കുറിപ്പിയേട്ട കാര്യം? ഇത് കുഴപ്പമാവുന്ന ലക്ഷണമാണല്ലോ. പക്ഷേ ഇതൊക്കെ ഇപ്പോൾ തുറന്ന് പറയാൻ പറ്റില്ല, പേര് പറയാൻ പറ്റില്ല, കാര്യം പറയാൻ പറ്റില്ല. നുണ പറഞ്ഞ് ഫലിപ്പിക്കാൻ എൻ്റെ അത്ര എക്സ്പെർട്ട് കേരളത്തിൽ വേറെ ആരുമില്ല. പക്ഷെ അതുകൊണ്ട് ഉപദ്രവിച്ചു കൊണ്ടേ ഇരുന്നാൽ എന്താ? മാക്സിമം എന്നെ അറസ്റ്റ് பண்ண போறீங்க, பண்ணுங்க. നിങ്ങൾക്കൊന്നും എന്നെ കുറിച്ചൊരു ചുക്കും അറിയില്ലടാ. பண்ணுங்க. സ്ത്രീ സുരക്ഷ അപ്പോൾ என் ஒய்ஃப் ஸ்திரீ இல்லையா? இது ஸ்திரீ இல்லையா? இது உங்கள் அம்மா ஸ்திரீ இல்லையா? അയ്യോ എന്നിട്ട് എന്ത് പറ്റി? നിയമം കോടതിங்கிறது என்ன? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഒരു ശിക്ഷ കൊടുക്കാനല്ലപ്പ നിയമം. തെറ്റ് ചെയ്താൽ അവരെ തിരുത്തുന്നതാണ്, അവരെ നന്നായിട്ടുള്ള ഒരു രീതിയിൽ കൊണ്ടുവരുന്നതാണ് നിയമം. ആണോ? ഭയങ്കര. തെറ്റേ ചെയ്യാതെ ഒരാൾക്ക് ശിക്ഷ കൊടുത്തുകൊണ്ടേ ഇരുന്നാൽ അവൻ എന്ത് ചെയ്യും? അവനക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയുന്നൊന്നും വിശ്വാസമായിട്ടില്ലല്ലേ ഈശ്വര, ഞാൻ ആരെ കൊണ്ടാ സത്യം ചെയ്യാം? ഇത്രയും കാലം ഞാൻ ഒറ്റയ്ക്കിരുന്നു, ഞാൻ അനുഭവിച്ചു. ഇപ്പം എനിക്ക് ഭാര്യയുണ്ട്, കുടുംബമുണ്ട്. ഞാൻ ആദ്യം തൊട്ട് പറയാറില്ലേ ഇത് പൈസക്ക് വേണ്ടിയുള്ള കളിന്ന്. ഞാൻ എത്ര കൊല്ലമായിട്ട് പറയുന്നു, നിങ്ങൾ ആരും എന്നെ വിശ്വസിക്കുന്നില്ല. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്ന് പറയും. ഞാൻ കേட்குறேன். തിരിച്ച് അങ്ങോട്ട് ചോദ്യം ഞാൻ ചോദിക്കുന്നത്, എൻ്റെ ചോദ്യത്തെ നിങ്ങൾ அப்படியே ഇതാ പോടുங்க. ഞാൻ ഒരു വസ്തു അല്ല. ഇതൊരാനയല്ല. അല്ല ഇത് തേങ്ങയല്ല. അല്ല ഞാൻ ഒരു വസ്തുവല്ല, ജീവനുള്ള മനുഷ്യനാണ്. ഇയാൾ ചത്തുപോയാൽ എന്ത് കിട്ടും? ഇയാൾ ചത്തുപോയാൽ എന്ത് കിട്ടും? മരണം വന്നാൽ എന്ത് കിട്ടും? മരണത്തിന് മുമ്പ് എന്ത് കുഴപ്പമെന്ന് ചോദിച്ചു കൊണ്ടിരുന്നാൽ ഇല്ല, ഞാൻ ജീവനോട് ഉണ്ടെന്ന് ഞാൻ പറയുന്നു. എവനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തറവാട്ട് മഹിമാൻ പറഞ്ഞ സാധനമുണ്ട്, അതൊന്നും ഇവന്റെ പടിവാളന്റെ 5 അയലോത്ര പോയി. ഇപ്പം എൻ്റെ കടമ എന്താ? എൻ്റെ കുടുംബത്തെ ഹാപ്പി ആയിരിക്കുന്നു. എനിക്ക് നല്ല കട്ടിയാണല്ലേ. ഇതും ഒരു തുടക്കമാണ്. ഒരു ചോദ്യം മലയാളികൾ ചിന്തിച്ചാൽ മതി. ഞാൻ ഇന്നാണോ കോടീശ്വരൻ, ജനിച്ചപ്പോഴാണോ കോടീശ്വരൻ? ആ പിന്നെ എന്തിനാപ്പ സാധാരണ ഒരു ഓട് വീട്ടിൽ ഞാൻ പോകണം? അത് ഇവിടെ അങ്ങനെ എന്താ ഉദ്ദേശിച്ചു? ഞാൻ എന്തിനാ പോകണം? ആവശ്യമുണ്ടോ? അവിടെ തന്നെ എന്താ പോയിന്റിൽ ക്ലിയർ അല്ലേ? ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം, ട്രൂ ലവ്. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല, വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, எனக்கு ஒரே ஒரு விஷமம் தான், இது நீங்கள் போடுங்க. நான் ജീവിതത്തിൽ ആവശ്യപ്പെടുന്നത് കാശല്ല, സ്നേഹം മാത്രം.
ഇതിച്ചിരി കൂടുതലല്ലേ എന്നെ സ്നേഹിച്ചാൽ എൻ ജീവൻ വരെ ഞാൻ കൊടുക്കും. എന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. പറയട്ടെ, എല്ലാ സ്വത്തും കോക്കിലാക്ക് കൊടുത്തു. എല്ലാ സ്വത്തും കോക്കിലാക്കും എൻ്റെ അമ്മയ്ക്കും. ശരി, അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. ഞാൻ പാപ്പറാണ്, ഞാൻ പാപ്പറാണ്. എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഒരു മാറ്റമില്ലല്ലോ ഓക്കെ, എന്നെ பண்ணபடி താഴേക്കല്ലേ മേപ്പെട്ടിങ്ങനെ അയക്കണ്ടത്? അങ്ങനത്തെ തോന്നിയതാണ് പന്നിയുടെ ഒന്നും பண்ணபடி. എന്റെയും മാമനെ നിമ്മതിയാ വിട്ടാ മതി, വേറെ ഒന്നും വേണ്ട. തോന്നിയ ദിവസം കാണിക്കുമ്പോഴേ ആലോചിക്കണമായിരുന്നു. ഒന്നുമില്ലാத ആളെടുത്ത് எப்படி കേസ് போட முடியும்? ഒന്നുമില്ലാத ആളിനാ. അയ്യോ പാവം, പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന പൂച്ചല്ലേ ഇവൻ. ஓகே, എന്തായാലും எல்லாருக்கும் நாங்கள் 2 பேரும் எல்லாருக்கும் நாங்கள் ஒரு ரிக்வெஸ்ட் பண்ணுறோம். எல்லாரும் ரிக்வெஸ்ட் பண்ணுறோம். ഞാനും என் குடும்பமும் யாருக்கும் துரோகம் பண்ணலை, நன்மை மாத்திரமே நாங்கள் செய்துட்டுள்ளൂ. എന്റെ നഖം തൊട്ട് മുടി വരെ തീ പിടിച്ചിരിക്കുക.